ഹലോ വ്യൂവേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനകത്തെ നാലാമത്തെ യൂണിറ്റ് ടോക്കിംഗ് അബൌട്ട് പീപ്പിൾ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് ആണ് നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഈ ഒരു കമ്മിങ് എക്സാമിന് വേണ്ടിയിട്ട് ഈ ഒരു യൂണിറ്റ് ബേസ്ഡ് ആയിട്ട് എന്തൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. സോ ദിസ് ഇസ് സിമ്പിൾ യൂണിറ്റ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഈവൻ എന്തായിരിക്കും ഇവിടുന്ന് വരുന്നതെന്നുള്ളത് നമ്മൾ പറയാണ്. ഇവിടെ we can simply see that this unit mainly talks about how we can describe a person. എങ്ങനെ ഒരാളെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം പറയട്ടെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു സംഗതി, ഡിസ്ക്രൈബ് യുവർ ഫ്രണ്ട്. നിങ്ങളുടെ സുഹൃത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ വിൽ ബി ദർ. അപ്പോൾ ആ ഒരു ഫ്രണ്ടിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു കേസാണ്. പല എക്സാംസിന് വന്ന ചോദ്യമാണ് നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയാറുണ്ട്. സോ ദൻ ഈ ഒരു യൂണിറ്റ് തുടങ്ങുമ്പോൾ തന്നെ വി ഹാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആൻഡ് അബ്ദുൽ ബ്രിട്ടീഷ് ഹാൾ, മുഹമ്മദ് അലി, അങ്ങനെ ഒരുപാട് ഫേമസ് പേഴ്സണാലിറ്റീസിന്റെ പ്രൊഫൈൽ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. സോ വി കൻ ഓൾസോ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ഓഫ് പ്രൊഫൈൽ. കുറച്ച് ഹിന്റുകൾ തന്നിട്ട് പ്രൊഫൈൽ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രതീക്ഷിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന്, പ്രൊഫൈൽ ക്വസ്റ്റ്യൻ നമ്മളോട് ഇവിടെ ചോദിക്കാം. അതുപോലെ ഒരാളെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് ഇവിടെ ചോദിക്കാം. ഇനി ഇതല്ലാതെ ഈ ഒരു യൂണിറ്റിനകത്ത് ഒരു സീരിയസ് കൺസേൺ എന്താണെന്ന് അറിയുന്നത്, ഇതിലൊരു സീരിയസ് കൺസേൺ എന്ന് പറയുന്നത് ഈ ഒരു യൂണിറ്റിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് അഡ്ജക്റ്റീവ്സ് നമ്മളിവിടെ പഠിക്കുന്നില്ലേ. അതായത് ചില ആളുകളെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള അഡ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ് എന്ന കാര്യം നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ആ അഡ്ജക്റ്റീവ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് 1 മാർക്കിന് പലപ്പോഴായിട്ട് എക്സാമിന് വരുന്ന ചോദ്യമാണത്. അങ്ങനെയൊക്കെ വരികയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പല ആളുകളും അത് ശ്രദ്ധിക്കാറില്ല. ആ ഒരു 1 മാർക്ക് അവർ തെറ്റിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഒരു സെഷനായി തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് adjectives connected with money and giving things. അതായത് മണി റിലേറ്റഡ് ആയിട്ടുള്ള adjectives അല്ലെങ്കിൽ ഗിവിംഗ് തിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള adjectives എന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ, ടൈറ്റ് ഫിസ്റ്റഡ്, ലെവൽ ഹെഡഡ്, സ്ലോ, ജനറസ്, പെന്നി പിഞ്ചിങ്, ഹോസ്പിറ്റബിൾ, മീൻ. ഇതൊക്കെ ഒരാളുടെ adjectives connected with money and giving things ആണ് എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ടു വർക്ക്, കഴിഞ്ഞ എക്സാംസിന് ചോദിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് അല്ലെ. ഒരാളുടെ വർക്കിനോടുള്ള ആറ്റിറ്റ്യൂഡിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ്സ് ആണ് ഹാർഡ് വർക്കിംഗ്, ഇൻഡസ്ട്രിയസ്. ഈ ഇൻഡസ്ട്രിയസ് എന്നുള്ള അഡ്ജക്റ്റീവ് ഒരുപാട് തവണ എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ ഡിലിജന്റ്, ഡിസിപ്ലിൻഡ്, എഫിഷ്യന്റ്, ഇൻഫ്ലെക്സിബിൾ, കോൺഷ്യൻഷ്യസ്, ഈവൻ ടെമ്പേർഡ്, എനർജറ്റിക്, ടൈലി, ബാഡ് ടെമ്പേർഡ്, ഇറിറ്റബിൾ, ത്രിഫ്റ്റി, എക്സ്ട്രാവഗന്റ്, ഓർഗനൈസ്ഡ്, കെയർലെസ്, ഡിസോർഗനൈസ്ഡ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള അഡ്ജക്റ്റീവ്സ് ഇൻഡസ്ട്രിയസും അതുപോലെ ഏതെന്ന് പറയുമോ, നമ്മുടെ ത്രിഫ്റ്റി, എക്സ്ട്രാവഗന്റ്, ഈ സാധനങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ അത് പഠിക്കണം. ദെൻ അഡ്ജക്റ്റീവ്സ് വിത്ത് ടെമ്പറമെന്റ് ഉണ്ട്. അതാണ് അഗ്രസീവ്, ഇമ്പൾസീവ്, ബാഡ് ടെമ്പേർഡ്, ഇറിറ്റബിൾ, എനർജറ്റിക്, സ്ലോ, ടോക്കറ്റീവ്, ചിയർഫുൾ, റിസർവ്ഡ്, അഫെക്ഷനേറ്റ്, പാഷനേറ്റ്, ഷൈ. Then adjectives connected with relationship, trustworthy, obstinate, obedient. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അത് ഇതിനകത്ത് പെടുന്നതാണെന്നുള്ളത് നമ്മുടെ മൈൻഡിലൊന്നും ഉണ്ടായാൽ മതി. കണക്റ്റഡ് വിത്ത് ഡേഞ്ചർ ഉണ്ട്, cowardly, brave, courageous, reckless. കണക്റ്റഡ് വിത്ത് ദ മൈൻഡ് ഉണ്ട്, ഇന്റലിജന്റ്, ബ്രൈറ്റ്, ക്ലെവർ, സെൻസിബിൾ, വിലി, ഡൾ, ആബ്സെന്റ് മൈൻഡ്. അപ്പൊ ഈ ഇത്രയും പറഞ്ഞ ഈ ഇതിനകത്ത് തന്നെ അഡ്ജക്റ്റീവ്സിനകത്ത് തന്നെ ഞാൻ പറയട്ടെ, അതിൽ തന്നെ ആറ്റിറ്റ്യൂഡ് ടു വർക്ക്, അതുപോലെ മണി റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജക്റ്റീവ്സ്. ദെൻ നമ്മൾ ഈ ലാസ്റ്റ് പറഞ്ഞതായിട്ടുള്ളതുണ്ടല്ലോ, കണക്റ്റഡ് വിത്ത് മൈൻഡ്. ഇതൊക്കെ നിരവധി തവണ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയെങ്കിലും പഠിച്ചു വെക്കണേ. ഫസ്റ്റ് വൺ, കഴിഞ്ഞ എക്സാംസിനൊക്കെ വന്നിട്ടുള്ള ഇൻഡസ്ട്രിയസ്, ആ ഒരു അഡ്ജക്റ്റീവ് നമ്മൾ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ടു വർക്ക് റിലേറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ചോദിക്കുന്ന ഒന്നാണ് നമ്മൾ ഫസ്റ്റിനകത്ത് കണ്ടില്ലേ, ടൈറ്റ് ഫിസ്റ്റ്. അങ്ങനെ നിരവധി തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള അഡ്ജക്റ്റീവ്സ് ഉണ്ട്. അത് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ ആ മാർക്ക് ഗ്യാരണ്ടിയാണ്. അറിയാത്തയാള് അത് തെറ്റിക്കാനും ഉള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതവിടെ ശ്രദ്ധിക്കണേ. ദെൻ ഇതല്ലാതെ ഈ യൂണിറ്റിനകത്ത് നമ്മൾ എന്താണ് ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റിംഗ്, എന്താണ് ബയോഗ്രഫി, എന്താണ് മെമ്മോർ, ഈ 3 കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കണം.
ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ സെൽഫ് റിട്ടൺ അക്കൗണ്ട് ഓഫ് വൺസ് ലൈഫ്. ഒരാള് ആളുടെ ജീവിതത്തെ കുറിച്ച് അയാൾ തന്നെ എഴുതുന്നതിനെയാണ് ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റിംഗ് എന്ന് പറയുക. ബട്ട് ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അക്കൗണ്ട് ഓഫ് സംവൺസ് ലൈഫ് റിട്ടൺ ബൈ സംവൺ എൽസ്. അതായത് ഒരു ഫേമസ് പേഴ്സണാലിറ്റിയുടെ ലൈഫിനെ കുറിച്ച് വേണമെങ്കിൽ എനിക്ക് എഴുതാം. ഞാൻ എഴുതുന്നത് ബയോഗ്രഫിയാണ്. എന്റെ ലൈഫിനെ കുറിച്ച് ഞാൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഓട്ടോബയോഗ്രഫി. ആൻഡ് ദർ ഇസ് മെമ്മോർ. മെമ്മോർ, a historical account or biography written from personal knowledge. ഒരാളുടെ പേഴ്സണൽ നോളജിന് ഒരാള് എഴുതുന്ന ഒരു ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട് ഓഫ് ബയോഗ്രഫീനെയാണ് മെമ്മോർ എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത്. വൺ വേർഡിന്റെ രൂപേനെ ഡാഷ് എന്ന് നിന്നിട്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ഓട്ടോബയോഗ്രഫി, ബയോഗ്രഫി, മെമ്മോർ, ദെൻ എന്തെങ്കിലും ഒരു ഓപ്ഷനും കൂടെ ഉണ്ടാവും. ആ രൂപേനെ കുറിച്ച് വരാറുണ്ട്. അപ്പൊ എന്താണ് ഓട്ടോബയോഗ്രഫി, എന്താണ് ബയോഗ്രഫി, എന്താണ് മെമ്മോർ, ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ അവിടെ പഠിക്കണം. ഇതിന്റെ കൂടെ തന്നെ നിർബന്ധമായും നിങ്ങൾ പഠിക്കേണ്ട ഒരു സംഗതി ഇതേടാ, an unforgettable incident in your life. നിങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാകാത്ത ഒരു അനുഭവത്തെ കുറിച്ച് എക്സാമിന് നിരന്തരം ചോദിക്കുന്നതാണ്. അതൊന്നും പഠിച്ചിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ എക്സാമിന് പോണ്ടാന്നേ ഞാൻ പറയുള്ളൂ. കാരണം അതൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് ചോദിക്കുമല്ലോ നിങ്ങളുടെ ലൈഫിലെ മറക്കാനാവാത്ത ഏതെങ്കിലും ഒരു മെമ്മോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ചെറിയൊരു പാരഗ്രാഫ് എഴുതാനോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ദെൻ ആ ഒരു യൂണിറ്റിലാണ് ആക്ച്വലി ഇഫ് ഐ വോറിന്റ് മീ, ഞാനല്ലായിരുന്നെങ്കിൽ, ഐ മീൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മള് നമ്മള് +1 പഠിച്ചിരുന്നു ഇഫ് ഐ വർ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വാട്ട് ഐ വിൽ ഡു ഫോർ അവർ നാഷൻ. അതുപോലെ ഞാനല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുള്ളതിനെ കുറിച്ചൊക്കെ എഴുതാനുള്ള ചെറിയൊരു ബ്രീഫ്, ഐ തിങ്ക് ദർ ഇസ് ആൻ എക്സാംപ്ൽ ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ടെന്ന് കരുതുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോക്കിംഗ് അബൌട്ട് പീപ്പിൾ എന്ന് പറയുന്ന ഈ യൂണിറ്റിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത്. എക്സാമിന് വേണ്ടിയിട്ട് നാളെ നിങ്ങൾ പോകുമ്പോൾ നിർബന്ധമായും ഈ യൂണിറ്റിനകത്ത് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഡിസ്ക്രൈബ് യുവർ ഫ്രണ്ട്. നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള കണ്ടന്റ് നിങ്ങളുടെ കയ്യിൽ വേണം. നിങ്ങളുടെ ലൈഫിനകത്ത് മറക്കാനാവാത്ത ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഒരു ഹ്യൂമറസ് ആയതോ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് എഴുതാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. പ്രൊഫൈലിന്റെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ തെറ്റുകൾ കൂടാതെ പ്രൊഫൈലിനകത്തെ ഓരോ ഹിന്റുകളും എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ അവിടെ പഠിക്കണം. അതുപോലെ പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു അഡ്ജക്റ്റീവ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. അവർ ഓർമ്മയിലുണ്ടാവും. ഒരു കുറച്ച് തവണ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് എന്ത് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, അതെങ്ങനെ പഠിക്കേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് പഠിക്കണേ. ഐ മീൻ ആറ്റിറ്റ്യൂഡ് ടു വർക്ക്, അതുപോലെ മണി റിലേറ്റഡ് ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവ്, നമ്മുടെ ടെമ്പറമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെ ഓരോന്നും പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റും സെറ്റ് ആവാം. സോ ദിസ് ഇസ് ദ 4th യൂണിറ്റ് talking about people. So see you in another video. Till then, bye. Thank you. It's me signing off. See you.